നമ്മളിപ്പോൾ കാണുന്നത് ഡ്രോണിൽ സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ ഡ്രോണിൽ വിഷ്വൽസ് പരിശോധിക്കുന്ന ദൃശ്യങ്ങളാണ്. സൈഫുദ്ദീൻ, സിറ്റി പോലീസ് കമ്മീഷണർ ഡ്രോണിൽ വിഷ്വൽസ് പരിശോധിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ ഡ്രോൺ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്ന് കാഴ്ചയാണ് കാണുന്നത്. ഡ്രോൺ പറത്തിക്കൊണ്ട് അതിന്റെ ദൃശ്യങ്ങൾ ഇവിടെ കൊണ്ടുവരികയാണ്. അപ്പോൾ ആ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി ഇവിടെ സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ ഡ്രോൺ പരിശോധന വിഷ്വൽസ് മാറ്റാൻ കഴിയും. നട്രാജ്, ആ സ്പോട്ടിലേക്ക് എത്താൻ ഇപ്പോഴും ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായും പോലീസിന് മുന്നിലുള്ള വഴികളിൽ ഈ ഡ്രോണിലൂടെ എന്താണ് സ്പോട്ടിൽ ഉള്ളത് എന്നതിന്റെ വിഷ്വൽസ് എടുക്കുകയാണ്. അതെടുത്തതിന് ശേഷം ആ ഡ്രോൺ വിഷ്വൽസ് പരിശോധിക്കുകയാണ് പോലീസ്, സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർ. അതിന്റെ വിവരങ്ങൾ ഒരു പക്ഷെ പറയേണ്ടത് അവർ തന്നെയാണ്. ഈ സമയം പക്ഷേ അതിനൊക്കെ ചെറിയ നിയന്ത്രണങ്ങൾ സ്വാഭാവികമായി ഈ സമയം ഉണ്ടാകും. അത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കാണുകയും ചെയ്യാം. പൂർണ്ണമായും അവരുമായി സഹകരിക്കുക മാത്രമേ ഈ ഘട്ടത്തിൽ നിവൃത്തിയുള്ളൂ. കാരണം 100 മീറ്റർ ഇപ്പുറത്തു നിന്നാണ് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരടക്കം ഇപ്പോഴും സ്പോട്ടിലേക്ക് പോകാതെ വെള്ളം തെളിച്ചുകൊണ്ട് അതിനകത്ത് ഇപ്പോഴും പൊട്ടാതെ കിടക്കുന്ന പടക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് നിർവീര്യമാക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായി നിർവീര്യമാക്കിയതിന് ശേഷം മാത്രമേ അങ്ങോട്ടേക്ക് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അതിന് ശേഷം മാത്രമേ എത്ര വലിയ വ്യാപ്തിയുള്ള, എത്ര വലിയ ആഘാതമുണ്ടാക്കാൻ പോകുന്ന ഒരു ദുരന്തമാണ് അവിടെ നടന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോഴും ആരെങ്കിലും അവിടെ പരിക്കേറ്റ് കിടപ്പുണ്ടോ, മൃതദേഹങ്ങളുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. 40-ലധികം പേർ ആ സ്പോട്ടിൽ ഈ സ്ഫോടനം നടക്കുന്ന സമയത്ത് അവിടെ ഈ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. നേരത്തെ സംസാരിച്ച ചേട്ടൻ പറയുന്നത് 40 പേർക്കുള്ള ഫുഡ് ഇന്ന് ഉച്ചയ്ക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോയിരുന്നു എന്നുള്ളൊരു വിവരം ഒരു ചേട്ടൻ നേരത്തെ നട്രാജിനോട് പറയുന്നു കേട്ടു. അങ്ങനെയെങ്കിൽ 40 പേരുണ്ടായിരുന്നിരിക്കണം. അതിൽ എത്ര പേർ തൊഴിലാളികൾ ഉണ്ടായിരുന്നു നമുക്കറിയില്ല. ഈ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പ്രതിനിധികൾ ആരെങ്കിലും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല. നേരത്തെ ലഭ്യമായ വിവരം അനുസരിച്ച് തിരുവമ്പാടി ദേവസ്വം ഇത് കരാർ കൊടുക്കുകയാണ് ചെയ്യുക. അവരുടെ നേരിട്ടുള്ള തൊഴിലാളികൾ ഈ പടക്ക നിർമ്മാണത്തിൽ നേരിട്ട് ഏർപ്പെടാറില്ല. അപ്പോൾ ഈ കരാറെടുത്ത ലൈസൻസി നിശ്ചയിക്കുന്ന ആളുകളാണ്. നട്രാജ് കേൾക്കാമെങ്കിൽ നട്രാജ്, ഇപ്പോൾ സ്വാഭാവികമായി ആ സ്പോട്ടിൽ റൈറ്റ് നൗ എന്താണ് സംഭവിക്കുന്നത് അറിയാനാണ് ഡ്രോൺ പരിശോധന അടക്കം നടത്തിയത്. അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ സിറ്റി പോലീസ് കമ്മീഷൻ അടക്കം കിട്ടിയിട്ടുണ്ട്. അവരത് പങ്കുവെക്കുന്നുണ്ടോ നട്രാജ്? ഡ്രോൺ പരിശോധന നടക്കുകയാണ് ഇപ്പോൾ. സ്ഥലം MLA വടക്കാഞ്ചേരി മണ്ഡലത്തിൽപ്പെടുന്ന സ്ഥലമാണിത്. വടക്കാഞ്ചേരി MLA കൂടിയായ സേവിയർ ചിറ്റിലപ്പള്ളി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം സിറ്റി പോലീസ് കമ്മീഷണറുമായി സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ജനപ്രതിനിധിയുമായി കമ്മീഷണർ സംസാരിക്കുകയാണ്. എന്താണ് പുതിയ വിവരം എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. പരിശോധന ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും നമുക്കറിയാവുന്ന പോലെ ഡ്രോൺ പരിശോധനയിലൂടെ മാത്രമേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ എന്നുള്ളൊരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്രോൺ പരിശോധന ഇപ്പോൾ നടക്കുകയാണ്. ഡ്രോൺ പരിശോധനയിൽ നിന്നും എന്ത് നിഗമനത്തിലേക്കാണ് അധികൃതർ പോവുക എന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട്. സൈഫുദ്ദീൻ, ഇപ്പോഴും ഉഗ്ര ശബ്ദത്തിൽ സ്ഫോടനം ആ ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴും ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ പോലീസ് അധികൃതരും മറ്റും വലിയ പരിശോധന ആ ഭാഗത്ത് നടക്കുന്നുണ്ട്. മറുവശത്ത് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. നമുക്ക് വടക്കാഞ്ചേരി MLA ഇക്കാര്യത്തിൽ പ്രതികരിക്കുമോ എന്ന് നോക്കാം. സേവ്യർ ചേട്ടാ, എന്താണ് ഉണ്ടാക്കുന്ന അത്രയും ആശങ്ക ഉണ്ടാക്കും?